പാലക്കാട് ജില്ലയിൽ നെന്മാറയ്ക്കടുത്തുള്ള ഹിൽ സ്റ്റേഷനാണ് നെല്ലിയാമ്പതി. തേയിലത്തോട്ടങ്ങളാലും കാപ്പിത്തോട്ടങ്ങളാലും നിമിഡ വനങ്ങളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന മഞ്ഞും തണുപ്പുമൊക്കെയുള്ള പാലക്കാടിൻ്റെ ഹൈറേഞ്ച്. ഇന്നത്തെ നമ്മുടെ യാത്ര പാലക്കാട് നിന്നും ചാലക്കുടി പുഴയുടെ തുടക്കമൊക്കെ കാണാൻ കഴിയുന്ന കാരപ്പാറ ഗ്രാമത്തിലേക്കാണ്, നെല്ലിയാമ്പതിയിലെ ലാസ്റ്റ് വില്ലേജിലേക്ക്. ഇന്ന് ജൂലൈ 17 വെള്ളിയാഴ്ചയാണ്. സമയം 7:30. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലാണ് ഞാൻ. 8 മണിക്ക് പൊള്ളാച്ചി വഴി പോകുന്ന പറമ്പിക്കുളം ബസ് ട്രാക്കിലുണ്ട്. 8:10 നമ്മുടെ ബസ്. ഈ ഇടയ്ക്കാണ് നെല്ലിയാമ്പതിക്ക് പുതിയൊരു സർവീസ് കൂടി തുടങ്ങുന്നത്. ഗണേഷ് കുമാർ സാർ മന്ത്രിയായപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ കുട്ടി ക്യൂട്ട് ബസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കയറുന്നത്. പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിന്നും 8:30 എടുക്കുന്നത്. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറണമെങ്കിൽ 8:10 ഇവിടെ എത്തണം. ബൈജു ചേട്ടനാണ് ഡ്രൈവിംഗ് സീറ്റിൽ. കണ്ടക്ടർ ഉമേഷ് സാറാണ്. ബൈജു ചേട്ടൻ പഴയ പാലക്കാരനാണ് കേട്ടോ. ഇപ്പോൾ പെരിന്തൽമണ്ണയിലാണ് വീട്. ഉമേഷ് ചേട്ടൻ്റെ വീട് പാലക്കാട് കണ്ണാടി എന്ന് പറയും. നേരെ സ്റ്റേഡിയം സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. 2 കിലോമീറ്റർ ദൂരമുണ്ട് അവിടേക്ക്. 79 രൂപയാണ് ബസ് ഫെയർ. കൊടുവായൂർ, പല്ലാവൂർ, നെന്മാറ വഴിയാണ് റൂട്ട്. നെല്ലിയാമ്പതിക്കുള്ള ഫസ്റ്റ് ബസ് കൊല്ലങ്കോട് വഴിയും രണ്ടാമത്തെ ബസ് കുനിശ്ശേരി വഴിയുമാണ് നെന്മാറയിലേക്ക് പോകുന്നത്. ഏകദേശം 60 കിലോമീറ്റർ ദൂരമുണ്ട് ലില്ലി എസ്റ്റേറ്റ് വരെ. അവിടം വരെ ഈ ബസ് പോകും. അവിടെ നിന്ന് 6 കിലോമീറ്റർ കൂടിയുണ്ട് നെല്ലിയാമ്പതിയിലെ ലാസ്റ്റ് വില്ലേജായ കാരപ്പാറയിലേക്ക്. ലില്ലിയിൽ നിന്ന് മറ്റൊരു ബസ്സിൽ പോകണം. രാവിലെ 5 മണിക്കും 7 മണിക്കും ഓരോ സർവീസ് കൂടിയുണ്ട് പാലക്കാട് നിന്നും നെല്ലിയാമ്പതിയിലേക്ക്. ഈ ബസ്സുകൾ കഴിഞ്ഞാൽ നെന്മാറയിൽ നിന്ന് ചില സർവീസുകൾ കൂടി KSRTC ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ബസ്സുകളുടെ സമയം നെന്മാറയിലെത്തുമ്പോൾ പറയാം. സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിന്നും 8:30 എടുക്കും. ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിനടുത്തായതുകൊണ്ടാണ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് എന്ന് വിളിക്കുന്നത്.
പാലക്കാട് കോട്ട ഇവിടെ വലതു സൈഡിലാണ്. AD 1766 മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരാലിയാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ കോട്ട പുനർനിർമ്മിച്ചത്. ഈ ക്ലൈമറ്റാണ് പാലക്കാട് രസമല്ലേ, മൈസൂർ പോലെയാണ്. അതെ അതെ, ഈ മരമൊക്കെ നിൽക്കുന്നതാണേ മൈസൂർ എന്ന പോലെ. പാലക്കാട് സിവിൽ സ്റ്റേഷനാണ് ഇടതു സൈഡിൽ. ഇടത്തേക്കാണ് നമ്മുടെ റൂട്ട്, വലത്തേക്ക് ടൗണിലേക്ക് തന്നെയാണ്. തിരുവില്ലാമല ബസ്സാണ് തൊട്ടു മുന്നിൽ. ഇത് യാക്കരപ്പാലം. താഴെക്കൂടി ഒഴുകുന്നത് പെരിയാറിന് ശേഷം കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ പുഴയായ ഭാരതപ്പുഴയാണ്. യാക്കരപ്പാലം കടന്നാൽ യാക്കര ജംഗ്ഷനിലെത്തും. ഇവിടുന്ന് വലത്തേക്ക് കണ്ണാടിക്കും ഇടത്തേക്ക് കൊടുവായൂർക്കുമാണ്. കൊച്ചി സേലം നാഷണൽ ഹൈവേ 544 മുകളിലൂടെ പോകുന്നത്. പാലക്കാട് നിന്ന് നെന്മാറ വരെ 26 കിലോമീറ്ററാണ് ദൂരം. ഓഫീസ് ടൈം ആയതുകൊണ്ട് എത്ര 2 വീലറുകളാണ് വരുന്നത്, ഏതോ റാലിക്ക് പോകുന്ന പോലെയാണ്. കൊടുവായൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊടുവായൂർ മാർക്കറ്റിനുള്ളിലൂടെയാണ് പോകുന്നത്. മണിക്കൂറുകളോളം ട്രാഫിക് ജാം ഉണ്ടാകാറുള്ള ഏരിയയാണിതെന്നാണ് ഡ്രൈവർ. തമിഴ്നാട്ടിലെ ടൗണിലൊക്കെ പോയ പോലെ ഫുൾ തിക്കും തിരക്കും.
അതിമനോഹരമായ നെൽപ്പാടങ്ങളുടെ നടുവിലൂടെ മെല്ലെ മെല്ലെ ഓർഡിനറി ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ നേരെ പാടത്തേക്കായിരിക്കും വീഴുക. ജഗതിച്ചേട്ടൻ ഇറങ്ങിയ പോലെ ആയിരിക്കും. നെല്ലിയാമ്പതിയിലേക്ക് ഫോറസ്റ്റ്, ഹെൽത്ത്, പോലീസ് സ്റ്റേഷൻ, സ്കൂൾ, ഹോസ്പിറ്റൽ, ബാങ്ക് എന്നിങ്ങനെ നിരവധി മേഖലകളിലെ ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ഏക ആശ്രയമാണ് KSRTC ബസ്സുകൾ. വാക്കോട് ഗ്രാമത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗായത്രിപ്പുഴയുടെ കുറുകെയുള്ള കൂടല്ലൂർ പാലത്തിലേക്കാണ് ബസ് എത്തുന്നത്. നെൽപ്പാടങ്ങൾ ധാരാളമുള്ള ഏരിയ. മഴ വരാനുള്ള എല്ലാ ചാൻസുമുണ്ട്. നെന്മാറ പഞ്ചായത്തിൻ്റെ ഭാഗമായുള്ള വല്ലങ്ങിയിലേക്കാണ് ബസ് എത്തിയിരിക്കുന്നത്. പാലക്കാട് നിന്ന് നെന്മാറയിലേക്ക് എത്താൻ കറക്റ്റ് 1 മണിക്കൂർ എടുത്തു. ഇപ്പോൾ സമയം 9:30 ബസ് സ്റ്റാൻഡിലെത്തിയതും നല്ല മഴയാണ്. തൃശ്ശൂർ ഗോവിന്ദാപുരം ബസ്സാണ്, കുന്നുംപറമ്പിൽ. ചിറ്റൂരിൽ നിന്നും വരുന്നതാണ് ഈ നീല കളർ വണ്ടി. ഈ വരുന്ന KSRTC തൃശ്ശൂർക്കാണ്. നെന്മാറയിൽ നിന്ന് രാവിലെ 6:15, 8:30, 9:40, 11, ഉച്ച കഴിഞ്ഞ് 1:30, 2:30 എന്നിങ്ങനെയാണ് നെല്ലിയാമ്പതിയിലേക്കുള്ള KSRTC ബസ്സുകളുടെ സമയം. പിന്നെ ഗ്രീൻ ലൈൻ എന്ന പേരിൽ ഒരു പ്രൈവറ്റ് ബസ്സുമുണ്ട്. പ്രൈവറ്റ് ബസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നവർ കമൻ്റ് ഇട്ടാൽ നല്ലതായിരിക്കും. പത്ത് മിനിറ്റത്തെ ബ്രേക്കിന് ശേഷം യാത്ര തുടരുകയാണ്. ഇവിടെ നിന്നും സ്റ്റാൻഡിങ് യാത്രക്കാരുണ്ട് ബസ്സിൽ. ബസ് സ്റ്റാൻഡിൽ നിന്നും ഇറങ്ങിയാൽ വലത് തിരിഞ്ഞ് പൊള്ളാച്ചി റോഡിലൂടെ 100 മീറ്റർ, വീണ്ടും അവിടെ നിന്ന് വലത് തിരിഞ്ഞ് 7 കിലോമീറ്റർ ദൂരം പോകാനുണ്ട് പോത്തുണ്ടി ഡാമിലേക്ക്. നെല്ലിയാമ്പതി പുലയൻപാറ ജംഗ്ഷൻ വരെ 28 കിലോമീറ്റർ യാത്രയുണ്ട് ഇവിടെ നിന്നും.
നേരെ പൊള്ളാച്ചിക്ക, വലത്തേക്കാണ് നെല്ലിയാമ്പതി റൂട്ട്. നെന്മാറ വേല നടക്കുന്ന ക്ഷേത്രമാണ് ഈ കാണുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ 3 മുതൽ 16 വരെയാണ് വല്ലങ്ങി നെന്മാറ വേല ആഘോഷിക്കുന്നത്. മഴ കൂടി വരുവാണല്ലോ. പോത്തുണ്ടി ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലേക്കാണ് എത്തിയേക്കുന്നത്. ഇവിടെ നിന്നും പാലക്കാട് വരെ പോകുന്ന ബസ്സാണ് അജന്ത. പോത്തുണ്ടി ഡാം പാർക്കിലേക്കുള്ള എൻട്രൻസ് ആണ് ഇടതു സൈഡിൽ. ഡാമിലേക്കുള്ള എൻട്രൻസ് കുറച്ചുകൂടി മുന്നിലാണ്. 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പോത്തുണ്ടി ഡാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിൽ ഒന്നാണ്. ഏതു വർഷമാണ് അണക്കെട്ട് നിർമ്മിച്ചതെന്ന് വ്യക്തമായ ഒരു ഡേറ്റ് എങ്ങും കണ്ടിട്ടില്ല. എന്നാൽ 1971-ലാണ് ജലസേചന പദ്ധതികൾ പൂർത്തിയാക്കുന്നത്. നെന്മാറ, അയലൂർ, മേലാർക്കോട് പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ളം എത്തിക്കുന്നത് ഈ ഡാമിൽ നിന്നാണ്. ഐലാമ്പുഴ നദിയുടെ കൈവഴികളായ മീനിച്ചിലടിപ്പുഴ, പടിപ്പുഴ നദികൾക്ക് കുറുകെ നെല്ലിയാമ്പതി കുന്നുകളുടെ താഴ്വാരത്ത് പോത്തുണ്ടിയിലാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പോകെ പോകെ നെല്ലിയാമ്പതി റെയിൻ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. രാവിലെ 7 മണി മുതൽ 3 മണി വരെയാണ് പ്രവേശനം അനുവദിക്കുന്നത്. നിങ്ങൾ നെല്ലിയാമ്പതിയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ 5 മണിക്കുള്ളിൽ ഈ ചെക്ക് പോസ്റ്റ് കടന്നിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ സൈൻ ബോർഡിൽ കാണാൻ കഴിയുന്നുണ്ട്. ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്താൽ പിന്നെ മലകയറ്റമാണ്. ഇവിടെയാണ് ഡാമിലേക്കുള്ള എൻട്രൻസ്. ബസ്സിലിരിക്കുമ്പോൾ ഏറ്റവും അടുത്തു നിന്ന് ഡാം കാണാൻ പറ്റുന്ന പോയിന്റ്. രാവിലെ 5 മണിക്ക് പാലക്കാട് നിന്നും കാരപ്പാറയ്ക്ക് പോയിട്ട് നെന്മാറയ്ക്ക് തിരിച്ചു വരുന്ന ബസ്സാണ് അത്. നെന്മാറയിൽ നിന്ന് ഒരു ട്രിപ്പ് കൂടി കാരപ്പാറയ്ക്ക് പോകും ആ ബസ് തിരിച്ചു വരുമ്പോൾ വേണം ലില്ലിയിൽ നിന്നും കാരപ്പാറയ്ക്ക് നമുക്കും പോകാൻ. 10ഓളം ഹെയർപിൻ വളവുകൾ കയറി വേണം നെല്ലിയാമ്പതിയിലേക്ക് എത്താൻ. സ്റ്റാൻഡിംഗ് യാത്രക്കാരുണ്ട് ബസ്സിൽ. തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഈ ഡാമിൻ്റെ കാഴ്ചകൾ മുകളിലേക്ക് പോകുമ്പോൾ പലതവണ കാണാം. എന്നാൽ കോടയാണെങ്കിൽ കാര്യങ്ങൾ പറയണ്ടല്ലോ. ഒട്ടനവധി നീർച്ചാലുകളുണ്ട് ഈ കാനനപാതയിൽ. ഇതെല്ലാം കൂടി ഒഴുകിയെത്തുന്നത് താഴെ കാണുന്ന ഡാമിലേക്കാണ്. ഈ റൂട്ടിൽ കച്ചേസ് ബസ് മാത്രമേ പോകൂ.
കുണ്ട്രച്ചോല പാലം കടന്നാൽ പിന്നെ നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്താണ്. റബ്ബർ തോട്ടങ്ങളൊക്കെയുണ്ട് ഈ ചുരം പാതയിൽ. ഡാം വ്യൂ ആണ് ഇവിടം. പക്ഷേ മഞ്ഞ് കാരണം ഒന്നും കാണത്തില്ല. തിരിച്ചു വന്നപ്പോൾ എടുത്ത ചില ഷോട്ടുകൾ ഞാൻ ഉൾപ്പെടുത്താം. ഇവിടെയും വാച്ച് ടവറുണ്ട്. ഏറ്റവും ഉയരത്തിലുള്ള ഡാം വ്യൂ പോയിൻ്റാണ്. തുടർച്ചയായുള്ള മലകയറ്റം കഴിഞ്ഞിരിക്കുകയാണ്. കൈകാട്ടി ജംഗ്ഷനിലേക്കാണ് ഉടനെ എത്തുന്നത്. വലത്തേക്കാണ്
നൂറോടി, ലില്ലി, കാരപ്പാറ വില്ലേജുകളിലേക്ക് പോകുന്നത്. നേരെ പുലയൻപാറ ടൗണിലേക്കാണ്. അവിടെ പോയി തിരികെ വരണം. ഓഫീസിലുള്ളവരൊക്കെ നേരത്തെ നാട്ടിലായ വേണ്ട. പുലയമ്പാറ ജംഗ്ഷനിലേക്കാണ് ബസ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നുമാണ് ഓഫ് റോഡ് ജീപ്പ് സഫാരിയൊക്കെ ലഭിക്കുന്നത്. 7 പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാവുന്ന ജീപ്പ് സഫാരിയൊക്കെ ലഭിക്കും. നേരെ കാണുന്ന റോഡിലൂടെ ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ സീതാർകുണ്ട് വ്യൂ പോയിന്റിലെത്താം. അങ്ങോട്ട് നമ്മുടെ ബസ് പോകില്ല. ജീപ്പും ഓട്ടോയും ഒക്കെ ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. അവിടെ പോയി കണ്ടിട്ട് വൈകിട്ട് 4 മണിക്കും 5 മണിക്കുമാണ് ലാസ്റ്റ് ബസ്സുകൾ നെന്മാറയ്ക്ക്. അതിൽ പോയാൽ മതി. ഇവിടെ ബസ് തിരിക്കുവാണ്. ഈ കാണുന്ന ജീപ്പുകൾ ഓഫ് റോഡ് സഫാരിക്ക് യാത്രക്കാരെ കാത്തു കിടക്കുന്നതാണ്. ഇവിടെ നിന്നും തിരിച്ച് കൈകാട്ടി ജംഗ്ഷൻ വഴി നൂറോടി എന്ന വില്ലേജിലേക്കാണ് പോകുന്നത്. രാവിലെ 7 മണിക്ക് പാലക്കാട് നിന്ന് ലില്ലി എസ്റ്റേറ്റ് വരെ പോയിട്ട് തിരിച്ച് നെന്മാറയ്ക്ക് പോകുന്ന ബസ്സാണ് മുന്നിൽ. പ്രധാന ടൗണുകളെയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടാണ് ബസ് സർവീസ്. 3 ബസ്സുകളും പാലക്കാട് നിന്ന് എത്തിയ ശേഷം നെന്മാറയ്ക്കാണ് സർവീസ് നടത്തുന്നത്. നെന്മാറയിൽ നിന്നും തിരികെ വന്ന ശേഷമാണ് പാലക്കാടേക്ക് പോവുകയുള്ളൂ. കൈകാട്ടി ജംഗ്ഷനിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നെല്ലിയാമ്പതി പോലീസ് സ്റ്റേഷനും KSEB ഓഫീസും കാനറ ബാങ്കും ഹോമിയോ ആശുപത്രിയും ആംബുലൻസ് സർവീസും പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും ഒക്കെ ഉള്ളത്. റോഡില്ല, റോഡ് മോശമാണ്. റോഡ് മോശമാണ്. ഫേമസ് സർവീസ് പണ്ട് കാലത്ത് മലബാറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതെ അതെ പണ്ട് കാലത്ത് പെരുന്തൽമണ്ണ വണ്ടി കുറവല്ലേ, വണ്ടി ഒന്നോ രണ്ടോ മാസമുള്ളൂ. ഭയങ്കര തിരക്കായിരുന്നു. നെല്ലിയാമ്പതി മലനിരകളിലെ തേയില എസ്റ്റേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. AVT ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള മണലാരു എസ്റ്റേറ്റ് ഫാക്ടറിയാണ് ഇടതു സൈഡിൽ. ബ്രിട്ടീഷുകാരാണല്ലോ ഇന്ത്യയിൽ എല്ലായിടത്തും തേയില കൃഷി തുടങ്ങുന്നത്. ഇവിടെയും അവർ തന്നെയാണ് തുടങ്ങിയത്. ഇപ്പോൾ AV തോമസ് ഗ്രൂപ്പാണ് എസ്റ്റേറ്റ് മുഴുവൻ നോക്കുന്നത്. വലതു സൈഡിൽ ഒരു ജുമാ പള്ളി കാണാം. കൂനമ്പാലം എന്ന സ്ഥലത്തിൻ്റെ പേര്.
മഴ അല്പം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്നാലും തൂളുന്നുണ്ട്. മരിച്ചു ഒരു മാസമായി. നെയ്യാമ്പതിക്കാരുടെ ചങ്കിലെ ചോരയായ കുടുംബാലക്കാരുടെ കുടുംബാലക്കാരുടെ സ്വന്തം ചില്ലിക്കൊമ്പനായിരുന്നു. ഭാഗത്തൊക്കെ ആനയുണ്ട്. പുലിയുണ്ടോ? ആ പുലി 7 മണി കഴിഞ്ഞാൽ പുലിയാ. പട്ടികളെയൊക്കെ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൻ്റെ അകത്ത് കയറ്റിട്ടാ. ഇവിടെ ഒരു മൃഗശാലയില് അറ്റൻഡറുണ്ട്, നമ്മുടെ കൂട്ടുകാരനാണ്. എന്ന് മിക്കവാറും രാവിലെ ആകുമ്പോൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കഴുത്തിന് കടി വെച്ചിട്ടു. പട്ടി അതല്ല, വീട്ടുകാർ എണീക്കുമ്പോഴത്തേക്ക് പോകും. ഒച്ച കേൾക്കുമ്പോഴത്തേക്ക് എന്നാലും കടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അരുവി അത് ചാലക്കുടി പുഴയിലേക്ക് പോണതാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടല്ലേ? ഇത് തുടക്കം എവിടെയാ? കാരപ്പാറയൊക്കെ എത്തുമ്പോഴേ പുഴയാവും. ഇഷ്ടം പോലെ ഉണ്ട്. ആഴമുണ്ടോ? ഇല്ല, ആഴമില്ല. ശരിയാ. നൂറോടി എന്ന ടൗണിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനിയൊരു 3 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ ലില്ലി സ്റ്റോപ്പിലേക്ക്. ഇവിടെ നിന്ന് ഇടത്തേക്കാണ് പോത്തുപാറയ്ക്ക് പോകുന്നത്. 1:30 നെന്മാറയിൽ നിന്ന് വരുന്ന ബസ് പോത്തുപാറ വരെ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു. വീട് അവിടെ അടുത്ത് തന്നെ, നെന്മാറക്കട തന്നെ. അതല്ലേ? അപ്പൊ വണ്ടി വെച്ചാൽ നമ്മളൊക്കെ അറിയണ്ടാവും ചാനല്. പുതിയ ഇപ്പൊ ഞാൻ കിങ്ലൈൻ ട്രാവൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞായറാഴ്ച ഓടാൻ തുടങ്ങും. കണ്ണൂര്, ബാംഗ്ലൂര്. ജോജുബായാണ് ഇവിടെ റെസ്റ്റാരിവിന്റെ ആളാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ യാത്രാവിശേഷം ചാനലില് ഉള്ള കൂട്ടുകാരന്മാര് നമ്മുടെ ചാനലും കാണണ്ടാവൂലേ, വണ്ടി വെച്ചാനും. അപ്പോ നെല്ലിയാമ്പതിയിലിപ്പോ അങ്ങനെ വരണം എന്ന് പറഞ്ഞപ്പോ ഞാനും ഉണ്ട് പറഞ്ഞ ആളുടെ കൂടെ കുറെ ദിവസമായി ആളുടെ കൂടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കണു. അപ്പോ ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. എന്തായാലും സന്തോഷം. എങ്ങനെയുണ്ട് നെല്ലിയാമ്പതി? മുന്നേ വന്നിട്ടുണ്ടല്ലേ? ഞാനൊരു കൊറോണയുടെ സമയത്ത് വന്നതാണ്. കഴിഞ്ഞ സമയത്ത് വെക്കേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്തൊന്ന് വന്നതാണ്. റോഡൊക്കെ ചിലടത്ത് വന്ന് മാറ്റം വന്നിട്ടുണ്ട്.
ശരിക്കും നല്ല കുറെ കാഴ്ചകളൊക്കെ ഉണ്ട്. നല്ല ചെറിയ വഴി കച്ചേസ് വണ്ടിയിലാണ് കറക്റ്റ് പോവാ. ഈ ഐശ്വര്യന്റെ വണ്ടി പുറത്തുനിന്ന് കാണുമ്പോൾ ലുക്കൊക്കെ ആയിരുന്നു ഒന്നുകൂടെ വരാൻ തോന്നുക. അതെ, നന്നായിട്ടുണ്ട് ഈ വണ്ടി. ഇത് ബൈചേട്ടൻ കേട്ടോ, ബൈചേട്ടൻ പാലക്കാടുകാരനാണ്. പക്ഷെ പഴയ പാലക്കാരനാണ്. പാലക്കാരൻ കാട് കയറി പാലക്കാടെത്തി. പാലേന്ന് കാട് കയറിയപ്പോൾ പാലക്കാട്. എവിടെ താമസം? പാലക്കാട് പെരിന്തൽമണ്ണ. ഓക്കെ, അങ്ങനെ. പാലക്കാടിന് വരും. ഇതിനിപ്പോ തിരിച്ച് അടുത്ത ട്രിപ്പ് എപ്പോഴാ? നമ്മള് അവിടുന്ന് 12 ആകുമ്പോ ഇവിടുന്ന് പോരും. പിന്നെ നെന്മാറൊക്കെയാണ്. നെന്മാറ വന്നിട്ട് പിന്നെ 2 ആകുമ്പോ തിരിച്ചിങ്ങോട്ട് തന്നെ പാലപ്പാറ. പിന്നെ തിരിച്ച് വീണ്ടും പോകും. തിരിച്ച് പാലക്കാട് കഴിഞ്ഞു. 11:50 12:30 11:50 അവരുടെ ഒരു മാറ്റിയോ? അതെയല്ലേ, സമയം മാറ്റി. നമ്മുടെ പയ്യൻ വിട്ടല്ലോ പുറകെ ഇരിക്കുന്ന അവനൊക്കെ എല്ലാം കണക്ക് കൂട്ടി വന്നതാ. അവന് കണ്ണൂർക്ക് പോകാൻ വേണ്ടി കണക്ക് കൂട്ടി വന്നതെന്ന് പറയാം. യാത്രകൾ ഏതൊക്കെയാ? വണ്ടി മേടിക്കാവല്ലോ. നോക്കണം എന്തായാലും. ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല പ്രത്യേകിച്ച്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നല്ല കാഴ്ചകളല്ലേ, റേറ്റ് തേയിലക്കാടുകള്. അപ്പോ അങ്ങനെ യാത്രാവിശേഷം ചാനലിന്റെ ഭാഗമാവാൻ കഴിഞ്ഞു. നന്നായി. ആളുടെ ഓഫ് എടുത്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും നന്നായി. അപ്പൊ വണ്ടിയില് ആളൊക്കെ ഇറങ്ങിയിരിക്കണം. അങ്ങനെ വണ്ടിയിൽ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൈബാട്ടോ. ശരിക്കും വലിയ അമ്പതിക്കൊക്കെ വരികയല്ലായിരുന്നു. അപ്പോൾ കണ്ട് ആസ്വദിച്ച് പോവുക. നല്ല കുറേ കാഴ്ചകൾ കാണാം. എത്താറായി. കുറച്ചുകൂടെ നീളമാണ്. ഇത് ഒടിഞ്ഞു പോയതാണ്. ഇതിന്റെ ഡബിള് നീളമുള്ളതായിരുന്നു. അത് ബാലൻസ് ഒക്കെ ചെയ്യാം. ഇവിടെ എത്തി, ഇവിടെ വണ്ടി ഇരിക്കുന്നിടത്ത് എത്തി. അതെന്നാന്നറിയോ, ഞങ്ങള് BTCക്ക് പോയാലേ ഡ്രൈവർ 2 ഡോറും തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിലെ ഡോറ് 2 ഡോറും അതിൽക്കൂടെ ഞാൻ നിങ്ങൾ വിട്ടുകൊണ്ട് നിന്നതാ. ആ കറക്റ്റ് സമയത്ത് ഡ്രൈവർ അടച്ചു. ഡോറടച്ച് അതൊന്നും തള്ളി പിടിക്കാൻ മതിയായിരുന്നേ. എനിക്ക് ബാലൻസ് കിട്ടിയില്ല. അതുകൊണ്ട് തള്ളി പിടിക്കാൻ പറ്റിയത്. ഇത് ഫൈബർ പോലത്തെ ഉള്ളി പൊള്ളയായിട്ട് പറ്റിയില്ല. 11:10 ലില്ലിയിലെത്തി. ഇവിടുന്ന് ഈ ബസ് തിരിച്ച് നെന്മാറയ്ക്ക് പോകുന്നത് 12:30. ജസ്റ്റ് ഇവിടെ എത്തി. കണ്ട ആ കിടക്കുന്ന നമ്മുടെ KSRTC വണ്ടി. അത് നമ്മുടെ പ്രിയദർശിനിയാണ് കേട്ടോ. സൗജന്യ യാത്രയാണ്. അതില് സൗജന്യ യാത്ര ലേഡീസിന് മാത്രം. അപ്പൊ ഇവിടുത്തെ ഒരു വൈബ് നോക്കിയാൽ മൊത്തം കാണാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകണം കേട്ടോ. നല്ല ശരിക്കും ഇങ്ങനെ നടന്ന് കുറച്ച് ദൂരം പോയാൽ നമ്മുടെ മലക്കപ്പ വാൽപ്പാറ ആദ്യമൊക്കെ എത്തുന്നതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. എന്താ ഡോക്കി കാണിച്ചു കൊടുത്തത്? മൊത്തമായിട്ട് തേയില തോട്ടങ്ങളാണ് കംപ്ലീറ്റ്. നല്ല മഴയാണ്. ഇവിടെ ഇന്നലെ ഒന്നും മഴ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ്. ആരും ഇല്ലേ പരിസരത്തൊന്നും കാണാനായിട്ട്. രാവിലെ 8:30 പോരുന്ന വണ്ടി കേട്ടോ. രാവിലെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് 8:30, KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് 8 മണിക്ക് എടുക്കും. പുതിയ വണ്ടി, പുതിയ പെർമിറ്റാണ്. വേറെ 2 കൂടെ ഉണ്ട്. 5:00-ക്കും 7 മണിക്കും. 7 മണിക്കല്ലേ? 5:00-ക്കും 7 മണിക്കും. ഇത് പുതിയ വണ്ടിയാണ്. രസമാണ്. അവിടെ അമ്പലമൊക്കെ ഉണ്ട്. ചെറിയ അരികളൊക്കെ ഉണ്ട്. അവിടെ ഒരു പള്ളി നോക്കി, മോസ്ക് ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. ഈ ചുറ്റുപാട് മൊത്തം കേട്ടോ എസ്റ്റേറ്റ്. തേയില എസ്റ്റേറ്റുകളാണ്. ചെറിയ അരിവിൽ നല്ല വൈബാണ്. ശരിക്കും ചെറിയ വീടുകാരല്ലേ. ഇതൊക്കെ തേയിലയായിട്ട് നിൽക്കാം.
നല്ല വെള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഈ വണ്ടി ഇനിയിപ്പോ തിരിച്ച് 12:30 അല്ലേ? സമയം 11:30. 1 മണിക്കൂർ കൂടി ഉണ്ട് ഇവിടെ നിന്ന് തിരിച്ച് ആ വണ്ടി പോകാനായിട്ട്. ഇവിടെ കാണാനായിട്ട് നമ്മുടെ കുഞ്ഞാർക്കുണ്ട് വ്യൂ പോയിന്റ് ഉണ്ട്, പിന്നെ വേറെ 1-2 പോയിന്റുകളുണ്ട്. അതൊക്കെ ട്രക്കിങ്ങിനൊക്കെ ജീപ്പൊക്കെ വിളിച്ചിട്ട് ജീപ്പിൽ പോകാൻ പറ്റും. ഇത് ഉൾഗ്രാമത്തേക്കൊക്കെ പോകാൻ പറ്റും. ജീപ്പ് ട്രക്കിങ്. അത് കറക്റ്റ് നെല്ലിയാമ്പതി. അവിടെ ഒരു ഗാർഡൻ ഒക്കെ ഉണ്ട്, അത് കാണാം. ഗാർഡൻ പ്രോപ്പർ നെല്ലിയാമ്പതി. അത് നെല്ലിയാമ്പതി. ഒരു ഇതിന് പോയാലേ ഒരു 15 കിലോമീറ്ററിന്റെ ഉള്ളിൽ പോയാൽ ഒരു തൂക്കുപാലം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു കാഴ്ചയാണ്. ബൈക്ക് റൈഡേഴ്സിനൊക്കെ അത് പറ്റും, അല്ലെങ്കിൽ വണ്ടിയിൽ വരുന്നവർക്കും പറ്റും. കാരപ്പാറ പോകുന്നുണ്ട്. മയില്. പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. എല്ലാരും ഈ തോട്ടം തൊഴിലാളികളൊക്കെ ഉള്ള ആൾക്കാരല്ല, ടൂറിസ്റ്റ് ആയിട്ട് വന്ന അവര് ആ ട്രിപ്പ് ഇവിടെ പോയിണ്ടാവും. ഈ സീതാർകുണ്ട് കാണാൻ പോയിണ്ടാവും. ഇവിടുന്നല്ല, അവിടെ നിന്ന് അങ്ങോട്ട് കയറിയ ഇങ്ങനെ കയറിയ വീടുകളുണ്ട്, അവിടെ ലയങ്ങളുണ്ട്. അതിനപ്പുറത്ത് കൂടെ കയറിയ ഈ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ലയങ്ങൾ കാണാൻ പറ്റും. അവിടെ താമസിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ ഉണ്ട്. 12:30 ആകുമ്പോൾ കാരപ്പാറയ്ക്കുള്ള ബസ് എത്തും. അതിൽ കാരപ്പാറ വരെ കൂടി പോകണമെന്നൊക്കെയാ പ്ലാൻ. അല്ല, ഇവിടെ നാട്ടുകാർക്ക് ഒരു ഉപദ്രവമില്ലാത്ത സാധനം. അതെ, അത് പറഞ്ഞു കൊടുക്ക്. അതായത് മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ചാടുക, ഇടുക. അല്ല, ആൾക്കാർക്ക് ഒരു ഉപദ്രവമില്ല. ഫോട്ടോ എടുക്കാനും കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു ആനയായിരുന്നു. ഇപ്പൊ അത് ചെരിഞ്ഞു. അത് ചെരിയാൻ കാരണം മറ്റേ എന്താ ഒരു കനാലില് അല്ല, അങ്ങനല്ലേ? പരമ്പക്കുളം ഭാഗത്ത് പോയിട്ട് ഡാമില് വെള്ളം കുടിക്കാൻ ഇറങ്ങിയതാണ്. അതിന് വയറിനൊക്കെ പരിക്കുണ്ടായിരുന്നു. പെട്ടിട്ട് പിന്നെ കേറാൻ പറ്റിയില്ല അല്ലേ? അതാ സംഭവിച്ചത്. ഉപദ്രവില്ല, ഒന്നും ചെയ്യില്ല അല്ലേ? അതാണ് എല്ലായിടത്തും ഫ്ലക്സ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ നടന്നത് പറമ്പിക്കുളം ഭാഗത്തേക്കൊക്കെ പോകൂലേ? ഈ ഇതിനെ കഴിഞ്ഞാൽ പറമ്പിക്കുളം ആ ഭാഗം അല്ലേ? അപ്പൊ അതാണ് അതിന്റെ ഒരു, അതായത് ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര പ്രിയമായിരുന്നു. മറ്റേത് പിന്നെ അരിക്കൊമ്പൻ, ഇത് ചില്ലിക്കൊമ്പൻ. അങ്ങനെ പിന്നെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഉണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാ. അത് മാത്രമല്ല അല്ലെ, ഈ ഇങ്ങനത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഈ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് വണ്ടിയുള്ള അത് വണ്ടി കണ്ടിട്ടാണ് അവര് ഇറങ്ങിത്തിരിക്കുക. നമ്മുടെ ചേട്ടൻ മുന്നേ ഓടിച്ച റൂട്ട് ഏതായിരുന്നു? മൂലയങ്കൽ അട്ടപ്പാടി. അത് ഒറ്റ വണ്ടിയുള്ളൂ. അപ്പൊ അദ്ദേഹം പറയാ, ഈ വണ്ടി അവിടെ ചെന്ന് അരമണിക്കൂറോടെ നിന്നിട്ടാണ് ഇങ്ങോട്ട് പോരുക. ഈ വണ്ടി ഇങ്ങനെ പോകുന്ന വഴിക്കാണ് വണ്ടി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവര് പുറപ്പെടുന്നത്. പുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയായി വരുന്നത്. പിന്നെ രാവിലെ അട്ടപ്പാടിയിൽ ഒരു ടൗൺ ഉണ്ട്, അവിടെ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞാൽ ഇവരുടെ ഈ കോട്ടയം വട്ടിയും സാധനങ്ങളൊക്കെ ഈ ബസ്സിലെ കൊണ്ടുവരിക. അത് അവിടെ കൊണ്ടുവന്ന് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചവിടെ കയറ്റി വിട്ടാ പിന്നെ പിറ്റേ ദിവസമുള്ള വണ്ടി നമ്മുടെ ഏത് ഓർഡിനറി പോലെ അല്ലേ? ഗവി പോലെ. അതെ അതെ, അട്ടപ്പാടി മുഴുവൻ ഓടി. അപ്പൊ ഈ ചേട്ടൻ വേറൊരു പിന്നെ അതിന്റെ ചോളയൂര് ഉള്ളിക്കൊക്കെ ഓരോ സർവീസ് ഉണ്ട്. അത് രാവിലെ അവിടുന്ന് എല്ലാ ആൾക്കാരെയും കൊണ്ടുവന്നിട്ട് ഗൂളിക്കടവ് എന്ന് പറഞ്ഞ ടൗൺ ഉണ്ട്, അവിടെ കൊണ്ടുപോയി വിട്ട് വൈകുന്നേരം ആകുമ്പോൾ 4 മണിയാകുമ്പോൾ ഇതെല്ലാം കൂടി കയറ്റി അങ്ങോട്ട് പോകും. അട്ടപ്പാടിയുടെ ഒരു ഭാഗമാണ് ഗൂളിക്കടവ്. കാരണം മെയിൻ അവിടുത്തെ ഒരു ടൗണ്, എല്ലാ സാധനവും കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഇല്ല. അട്ടപ്പാടിക്ക് മൊത്തത്തിലൊരു പേരാണ്, വയനാടിന് പേരില്ല എന്ന് പറയില്ലേ? നമ്മുടെ അയ്യപ്പനും കോശൊക്കെ ഷൂട്ട് ചെയ്ത ഏരിയ. ഉണ്ട്. അതെ, ഈ നെല്ലിയാമ്പതിയിലും കുറെ സിനിമകൾ ഇപ്പോ ഷൂട്ട് നടന്നുണ്ടല്ലോ. ഇപ്പൊ സുമതി വളവും ഒക്കെ ഇപ്പൊ ലാസ്റ്റ് എടുത്തിട്ടുണ്ടോ പടങ്ങളുണ്ട്. അതെ. പിന്നെ എന്താ അപരിചിതൻ, മമ്മൂട്ടി. അതെ, ക്ലൈമാക്സ് ആ ഭാഗങ്ങളൊക്കെ ആവൂലേ? വർത്തമാനകാലം, ദശരഥമാ. ശരി.
പിന്നെ ഇവിടെ ഓറഞ്ച് അല്ലേ മെയിൻ ആയിട്ടുണ്ടായിരുന്നത്, ഇപ്പോഴും ഉണ്ടോ ഓറഞ്ച് ഒക്കെ വെച്ച് പിടിപ്പിക്കണ്ടല്ലോ? ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കൂടുതൽ ഉണ്ടാകാൻ വേണ്ടി അടുത്ത് കൊണ്ടുപോയി വളർത്തുന്നു. മരുന്ന് മാറ്റി അടിക്കും, പാമ്പ് മൊത്തം അങ്ങനെ നശിച്ചു പോകും. വെച്ച് വെക്കണ്ടല്ലേ? അതായത് ഒരു മരത്തിന്റെ 1 മീറ്റർ ചുറ്റളവിൽ എന്തോ ആണ് അതിന്റെ വളം ഇടുന്നത്. ഇത് കൂടുതൽ ഉണ്ടാകാൻ വേണ്ടി അടുത്തവിടെ കൊണ്ടിട്ടെന്ന് ആരാ പറയുന്നത്? ഡബിൾ സ്ട്രോങ് ഇട്ട് അടിച്ചു, എല്ലാം കഴിഞ്ഞു. ഇപ്പൊ വീണ്ടും വെച്ചിട്ടുണ്ടല്ലേ? 3 കൊല്ലത്തിന്റെ ഇതായിട്ട്. കാരണം ഓറഞ്ച് തോട്ടം പേരുണ്ടായിട്ട് ഒരു സാധനം പോലും ഇല്ലാതെ. എന്നിട്ട് ഇപ്പോഴും ചിലവര് കൊണ്ടുവരുന്നത് നെല്ലിയമ്പതി ഓറഞ്ചാണ് ഇപ്പോഴേ കിട്ടുള്ളൂ എന്നൊക്കെ കണ്ട് വെക്കണ്ട്. പണ്ട് കാലത്ത് ഫേമസ് ആണ്. അതെ അതെ, അതുകൊണ്ടാണ് അതിന്റെ പേര്. ഏകദേശം പോയി എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നു. സ്കോഷും മറ്റുള്ളതൊക്കെ ഉണ്ടാകുന്നത്. കാരപ്പാറയ്ക്കുള്ള ബസ് വരുന്നുണ്ട്. കയറിക്കോ കയറിക്കോ. പോയിരുന്നോ? ഇങ്ങോട്ട് വന്നൊക്കെ നഷ്ടമായേനെ കേട്ടോ, ഇങ്ങോട്ട് വന്നൊക്കെ നഷ്ടമായേനെ. ഇത് അടിപൊളിയാണല്ലോ. ഡ്രൈവർ സീറ്റ് വേണമെന്നോ? ഡ്രൈവർ സീറ്റ് വേണമെന്ന് ചോദിക്കും. അത് അവർ മനസ്സിലാക്കോ? അവിടെ പുഴയുണ്ട്. പുഴയാണ് നല്ലൊരു പുഴ. ഈ പുഴയുടെ ക്രോസാണോടാ നീ പറഞ്ഞ വെള്ളത്തിൽ ചാഴപ്പുഴ ആ ചാലക്കുടിയാറിന്റെ തുടക്കം അല്ലേ? അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട്. ആഴമില്ല. കാറെടുത്ത് നെല്ലിയാമ്പതിക്കാണ് പോകുന്നത്. പുതിയ കാറെടുത്ത് നെല്ലിയാമ്പതിക്ക് നേരെ പോകുന്നത്. പിടിച്ചോ, കൈ തട്ടാൻ നോക്കണേ. കയ്യേ മരത്തിൽ അമ്പലെടുക്ക്. അമ്പലവും പള്ളിയും പുഴയും നമ്മുടെ മെയിൻ സാധനം.
നെല്ലിമരം. അതായത് നെല്ലിന്ന് കാരപ്പാറ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ആ ബസ്സില് വേറെ ബസ്സിൽ കയറി ഇങ്ങോട്ട് പോന്നു. പക്ഷെ ഇതിൽ വന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ്. ചെറിയ ഇടുങ്ങിയ വഴിയാണ് മൊത്തം. ആ ഇടുങ്ങിയ വഴി കൂടെ ആള് നോക്കിയതിൽ ആളൊന്നുമില്ല, കുറച്ച് പേരുള്ളൂ. അവിടെ ആ ഒരു ഗ്രാമത്തിലേക്കുള്ള ട്രിപ്പാണ് ഇപ്പോൾ നമ്മൾ പോണത്. അപ്പോൾ ഇത് ചെറിയ വഴിയാണ്. ജസ്റ്റ് അങ്ങോട്ട് കാട്ടിയ കണ്ട, ചെറിയ ഇങ്ങനെ വളഞ്ഞ് ചെറിയ ചെറിയ ഹെയർ പെൻറ്റ് പോലത്തെ പെൻറ്റുകളാണ്. എല്ലായിടത്തും എന്താണ് കാപ്പിത്തോട്ടമാണ് കംപ്ലീറ്റ്, ചുറ്റും കാപ്പി. അവിടെ തേയിലല്ലേ ഉണ്ടായിരുന്നത്. ഇവിടെ വരുമ്പോൾ വീട്ടിലെ തേയിലയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ കാപ്പി തോട്ടങ്ങളാണ് മുഴുവൻ കാണുന്നത്. ഇവിടെ പണ്ട് ഓറഞ്ച് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഓറഞ്ച് വീണ്ടും കൃഷി ചെയ്യുന്നുണ്ട്. ഒരുപാട് ഓറഞ്ച് തോട്ടങ്ങളൊക്കെ ഉള്ള നല്ലൊരു വൈബായിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. യാതൊരു സംശയമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, യാതൊരു സംശയമില്ല. അതിലേ ശരിക്കും പറഞ്ഞൊരു മഞ്ഞും ഇപ്പം മഴയും വന്നപ്പോഴേ നല്ലൊരു വൈബായി. ശരിക്കും ഒരു നവംബർ ടൈമാണ് ഇവിടെ ഈസ്റ്റേൺ സീസൺസ് ആണ്. അപ്പോൾ ഇവിടെ നല്ല അടുത്തുള്ള ആൾക്കാരെ കാണാൻ പറ്റില്ല, അത്രയും കോടമഞ്ഞും കാര്യങ്ങളാവും. ഭയങ്കര ഒക്ടോബർ നവംബർ മാസത്തിലൊക്കെ മഞ്ഞ ശരിക്കും മൂന്നാറ് പോലത്തെ അവസ്ഥ വരും. നല്ല തണുപ്പാണ്, ഭയങ്കര തണുപ്പ്. അടുത്തുള്ള ആൾക്കാരെ പോലും കാണാൻ പറ്റില്ല. പിന്നെ മൃഗങ്ങളെ ബൈക്കിലാണ് നിങ്ങൾ വരുന്നത് വെച്ചാൽ മൃഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ റൈഡർമാരൊക്കെ 7 മണിക്ക് മുന്നേ ഇവിടുന്ന് സ്ഥലം വിട്ട് തിരിച്ചു പോവുക, അല്ലെങ്കിൽ പണി കിട്ടും. കരടി അല്ലെങ്കിൽ ആനയാണ് മെയിനായിട്ട് ഉണ്ടാവുക. നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ, ആന ഭയങ്കര 7 മണി നേരത്തെ ബൈക്ക് ഓടിച്ച് വന്നിട്ട് ഞങ്ങളന്ന് പെട്ടതാ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്തുള്ള ആൾക്കാരായിട്ട് പോലും നമുക്ക് വരെ അന്ന് ആകെ ഒരു വിഷമം തോന്നി. ആരുമില്ല ചോദിക്കാനായിട്ട്, ഒരു മനുഷ്യൻ്റെ കുഞ്ഞുകൂടെ ഉണ്ടാവില്ല. ഇവിടുത്തെ ലയത്തിൽ തൊഴിലാളികളൊക്കെ പോയിണ്ടാവും. ഞാൻ പറഞ്ഞില്ല 10,000 പേരൊക്കെ ഇവിടെ മൊത്തം താമസമുള്ളൂ. അപ്പോൾ അവരൊക്കെ ഒരു ബേസിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഒരു ചെറിയൊരു ചുറ്റുപാട്. അവിടെ കുറച്ച് ആൾക്കാരുണ്ടാവും, ബാക്കി പോണ വഴിയിലൊന്നും ആളുണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് ചാടി വന്നാൽ കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് രാത്രി ആവാൻ നിൽക്കരുത്. മാക്സിമം ഒരു 4 മണിയാകുമ്പോഴേക്കും ഇവിടെ നിന്ന് സ്ഥലം വിടുക. അതാണ്. അടിയിലുണ്ട്. അവിടെ ഇവിടെ ഒന്നുമില്ല. അവിടെ നിന്ന് അവർ നമ്മളെ ചെക്ക് ചെയ്യും. പ്ലാസ്റ്റിക് അതുപോലെ അങ്ങനെയൊന്നുമില്ല. അവർ പക്ഷേ അവിടെ എഴുതി വെക്കും, ഇന്ന് തിരിച്ചു പോകണമെങ്കിൽ അത് അവിടെ പറയണം, അതല്ല നാളെ ആണെങ്കിൽ അത് പറയണം. അങ്ങനെയാണ്. നമ്മുടെ അഡ്രസ് പ്രൂഫ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കണം. അതെ, മൊത്തം വളവ്. അത് മഴ സമയത്ത് ഇതുപോലെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഒരു വൈബാണ്. ഇങ്ങനെ മഴയൊക്കെ കൊണ്ട് അത് ഈ മഴയത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഇത് കിട്ടുക. അതിപ്പോൾ എല്ലാ ഹിൽ സ്റ്റേഷനിലും അങ്ങനെയല്ലേ. അപ്പോൾ മഴയത്ത് ഇപ്പോൾ ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ അങ്ങനെയല്ലേ, സൈഡിലാണ്ട ചെറിയ ചെറിയ അരുവികളുണ്ടാവും. ഈ അരുവിയിലൊക്കെ വെള്ളം ഉണ്ടാവും. ഇപ്പോൾ മറ്റേത് വെച്ചാൽ വെള്ളം ഉണ്ടാവില്ല അരുവിയിൽ. ഇപ്പോൾ അരുവിയിൽ വെള്ളം ഉണ്ടാവും. അതൊക്കെയാണ് അതിൻ്റെ കാര്യം. ഫോണടിച്ച് ഇങ്ങനെ പോകണം. തന്നെ അതാണ് പാലം. ഇല്ല, ബസ് തിരിക്കുന്നിടത്ത് നിന്ന് നേരെ 400 മീറ്റർ പോയാൽ വെള്ളച്ചാട്ടം കാണാൻ കഴിയും. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല, ഈ ബസ്സിന് തിരിച്ചു പോകണം. മഴ കൂടിയാൽ സീനാകും. പിന്നെ 4:30 അടുത്ത ബസ്സുള്ളൂ. ആ ബസ് വന്നില്ലെങ്കിൽ പിന്നെ ബസ്സുകളില്ല. 12:50 ആയിട്ടുണ്ട് കാരപ്പാറയിലെത്തുമ്പോൾ. ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്തൊരു തൂക്കുപാലമുണ്ട്. അതിൻ്റെ കാഴ്ചകൾ കൂടി കണ്ടിട്ട് വന്നിട്ട് വേണം ഇവിടുന്ന് ഉച്ചഭക്ഷണം കഴിക്കാൻ. കാപ്പി കുരു കണ്ട, ഇത് ഇവിടുത്തെ കാപ്പി കാപ്പി എന്താ അടുത്ത് നെല്ലിയാമ്പതി കാപ്പിക്കുരു മൂത്ത് വരുന്നുള്ളൂ, തുടങ്ങിയതോളൂ. ഇപ്പൊ ഇതാണ്. ഈ പാലാണ് ഞാൻ പറഞ്ഞത്. ഇതില് നല്ല സ്ലിപ്പറിയാണ്. ഇതിന്ന് വീണുണ്ടെങ്കിൽ ചാലക്കുടി പുഴയിലേക്ക് എത്തുക. തൂക്കുപാലത്തിലേക്ക് കയറുകയാണ്.
നല്ല പാലാ. ഞങ്ങള് വേനൽക്കാലത്ത് ഞങ്ങള് നടന്ന അതിൻ്റെ താഴെ കൂടെ നടന്ന അപ്പുറത്തേക്ക് കടന്നു. അപ്പോൾ പറ്റില്ല, വെള്ളമുണ്ട്. നല്ല വെള്ളം വരുമ്പോ അല്ലേ? ആ അതാണ്ട് ആ ചാലക്കുടി ഏരിയ നല്ല, അവിടെയൊക്കെ നല്ല കുഴി, അതിൽ പോയാൽ കഴിഞ്ഞു. ചേച്ചി വരുന്നുണ്ട്. ചേച്ചി അങ്ങോട്ട് കുറെ വീടുകളുണ്ടോ? എത്ര ഊര്, എത്ര വീട്? എസ്റ്റേറ്റ്. ആ എസ്റ്റേറ്റിൻ്റെ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ. എന്നിട്ടൊന്ന് ആ ഇത് സ്ഥലം കാറ്റ് അതാ നല്ല അടിപൊളി. നമ്മള് ലില്ലി കണ്ട ആ പുഴ വലുതായി ഇവിടെ എത്തി. അതെ, ദില്ലിന്ന് കണ്ട പുഴയാണ് ഇവിടെ എത്തുമ്പോൾ ഇത്രയും വലിപ്പത്തിൽ പോണത്. കണ്ട അവിടെ നിന്നൊക്കെ അങ്ങോട്ട് കാട്ടിക്കൊടുക്കും. അവിടെ ഇതൊരു തൂക്കുപാലാണ്. ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് ഊരുണ്ട്. ഇതിൻ്റെ ഈ വഴിയുടെ അപ്പുറത്ത് എസ്റ്റേറ്റിലെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പം അവിടെ പോരാ, ചെറിയൊരു ഒരു കുന്നും പ്രദേശം, അവിടെയാണ് താമസം. ഇവിടെ കേരള വകുപ്പിന്റെ എഴുതി വെച്ചിട്ടുണ്ട്. കേരള അറിയത്തില്ല. അതെ, അത് ശരിയാ. അങ്ങോട്ട് അധികം പോകണ്ട. വനം വകുപ്പിന്റെ ഇതിൽ നമുക്ക് വീഡിയോ എടുക്കാനല്ല ഇവിടെ അല്ല. വന്യജീവി ഇല്ലേ ഇവിടെ വരെ ചെല്ല, അതിനൊന്നും കുഴപ്പമില്ല. ഞങ്ങൾ ഇറങ്ങി പോകാറുള്ളതാ. അവിടേക്ക് പോകാൻ പാടില്ല, വെള്ളത്തിന്റെ പാതിക്ക് ഇറങ്ങല്ലേ എന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് വെള്ളക്കുത്ത് വരും. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ചെറിയൊരു ഭക്ഷണശാല ഉണ്ട്, അതിന് ഭക്ഷണം കഴിക്കാം. ഷോസ് നമ്മുടെ ഈ വണ്ടിയിലൊക്കെ കയറിയിട്ട് പോകുന്നത്. ഇത് നെന്മാറ, പാലക്കാട് കന്യാകുമാരി. ഇനി അങ്ങോട്ട് ഇനി റോഡ് കിടക്കുന്നുണ്ട്. എങ്ങനെയും കിട്ടുമോ നോക്കട്ടെ. രമേശൻ ചേട്ടന്റെ PVR ഹോട്ടൽ. ഇവിടെ കോൾ റേഞ്ച് ഒക്കെ ഉണ്ടോ? നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടോ? ലില്ലിയിലല്ല. ഇരിക്കട്ടെ, ചേട്ടൻ്റെ ആഗ്രഹം പോലെ നോക്കട്ടെ. കമ്പ്യൂട്ടർ കണ്ടിട്ടില്ല. ഇത് മറ്റേത് കൂടുതൽ പറഞ്ഞു കൊടുത്താൽ നമുക്ക് പണി കിട്ടുന്നതാണ്. അങ്ങനത്തെ ഒന്നുമില്ലടാ, ഒന്നും പ്രശ്നമില്ല. നിങ്ങൾ ലോൺ എടുത്തിട്ട് നിങ്ങളുടെ ലോൺ എടുക്കുമ്പോഴേ ഒരു വണ്ടി പോലും ഇല്ല. ഈ ബസ് പോയി കഴിഞ്ഞ ബസ് ഉണ്ടോ സാറേ? മറ്റേ പുതിയ അരിയും മൈദയും പൊറോട്ട അരി കഴിഞ്ഞ പരിപാടി. പറഞ്ഞോ. എന്തോന്നാ നീ കഴിക്കടാ.
കുഴപ്പമൊന്നുമില്ല പാലക്കടിച്ചിട്ട് ഒന്നാണ് ഇറച്ചി മീൻ കഴിക്കുക ദോശയും കാർബൺ ചുറ്റുള്ള ഒരു 10-30 പണിക്കാരല്ല ഒരാൾ പുറമേ സ്വന്തം വീട് വെച്ച് ആരും ആരുമില്ല ഇവിടെ ആരും സ്വന്തമൊന്നുമില്ല എസ്റ്റേറ്റ് മാത്രം ഡീസൂമില്ല ഈ ഏരിയ ഇത് ആരുടെ കമ്പനി അത് ഇത് കൈവിൽ എസ്റ്റേറ്റ് ഇതപ്പുറം എ വീട്ടി അപ്പോൾ പാലവേല 2 കിലോമീറ്റർ അതിനപ്പുറം എ വീട്ടിയാണ് മണ്ണാവ് ഈ റോഡ് അങ്ങോട്ട് പോയ വരവും ഇങ്ങോട്ട് പോയ 400 മീറ്റർ പോയി വെള്ളച്ചാട്ടുണ്ട് വെള്ളച്ചാട്ടം അതെ അങ്ങോട്ട് പോയ അങ്ങോട്ട് പോയത് നമ്മൾക്ക് പോകുന്ന വഴി തന്നെ വലിയ ഈ വഴിയാ ഈ വഴിയാണ് നമ്മൾക്ക് പോകേണ്ടത് അല്ലാതെ നമ്മളിപ്പോ ബസ് നിർത്തിയിട്ട് ബസ് നിർത്തി ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ നമ്മൾക്ക് പോകുന്ന വഴി ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 400 മീറ്റർ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം അതിനപ്പുറം വേറെ ഒന്നുമില്ല ഒരു എസ്റ്റേറ്റ് അവിടെ എൻ്റെ അപ്പുറം എസ്റ്റേറ്റ് കാർപ്പറ എസ്റ്റേറ്റ് വെള്ളച്ചാട്ടം കാണാൻ പറ്റിയില്ലല്ലോ ബസ്സും പോകും അങ്ങനെ പറ്റില്ല വെള്ളച്ചാട്ടം കണ്ടുപോയി വേണം ബസ് കിട്ടില്ല ഒന്നര ബസ് പോകില്ല മഴയും വരും വലിയ വെള്ളച്ചാട്ടമാണോ ചെറിയ വെള്ളച്ചാട്ടം കുഴപ്പമില്ല കാണാൻ ഭംഗിയുണ്ട് കുറച്ച് ചെക്കിടാമൊക്കെ കിട്ടിയിട്ട് കുടിക്കാൻ സൗകര്യത്തിൽ ചെക്കിടാമൊക്കെ കിട്ടിയിട്ട് ഇതിലൊക്കെ നല്ല വെള്ളം വരില്ല ഈ പുഴയിൽ നല്ല വെള്ളം പാലക്കാട് നിന്നും 8:30 ആരംഭിച്ച് 12:50 കാരപ്പാറയിലെത്തിയ ഈ യാത്രയുടെ എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാൻ നോക്കാം. ഈ വണ്ടി 1:30 എടുക്കും. ഇത് ഹോട്ടല്. ഇതാണ് ഹോട്ടൽ കഴിച്ചാൽ ഒരു മധുരം വേണം. ഒരു മഞ്ചൊക്കെ മേടിച്ചു.